എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റാണിത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഫസ്റ്റ് മൊഡ്യൂൾ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമൻ സിസ്റ്റവും ഉണ്ട്, ഒരു സോഷ്യൽ യൂണിറ്റും ഉണ്ട്. ഇവിടെ 2 or more പീപ്പിൾ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യാണ് ഒരു കണ്ടിന്യൂസ് ബേസിസിൽ. എന്തിനു വേണ്ടി? അച്ചീവ് ചെയ്യാനായിട്ടാണ് ഒരു സർട്ടൈൻ കോമൺ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ നമുക്ക് ഓർഗനൈസേഷനെ നമുക്ക് റെഫർ ചെയ്യാം, വെഹിക്കിൾ റണ്ണിങ് ആണ് ഓൺ ദ 2 wheels ഓഫ് പീപ്പിൾ. ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇവിടെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അത് ഡിറ്റർമൈൻ ചെയ്യാണ് ഇമേജ്, പെർഫോമൻസ്, ഓവറോൾ എഫക്റ്റീവ്നെസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. വർക്ക് ഫോഴ്സ് ബിഹേവിയർ എക്സ്ട്രീംലി കോംപ്ലക്സ് ആണ് ഇവിടെ. പിന്നെ അതിനൊരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. ഈ ഒരു കണ്ടംപററി ഓർഗനൈസേഷണൽ സിനാരിയോയിൽ മാനേജേഴ്സിന് വിവിധ തരം പ്രോബ്ലംസായിട്ട്, കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പേസ് ഓഫ് ചേഞ്ച്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി. എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പ്ലേസിൽ തന്നെ പലവിധമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഡൈവേഴ്സായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇൻക്രീസ്ഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് പറഞ്ഞാൽ കടമകളാണ്. അതും വളരെ കൂടുതലായിട്ടുള്ള ഒരു ഇതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇവിടെ ഇമ്പോസിബിളായിട്ട് മാറണ ഒരു ഓർഗനൈസേഷന് സർവേ ചെയ്യാൻ വിത്തൗട്ട് മാനേജിങ് ദീസ് ഇഷ്യൂസ് എഫക്റ്റീവ്ലി. ഇതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പുള്ളെന്നർത്ഥം. ഇതിനുവേണ്ടി പീപ്പിളിനെയും സിസ്റ്റത്തിനെയും സജ്ജമാക്കേണ്ടത് ആവശ്യമാണ്, ഹൈലി എസെൻഷ്യലാണ്. ഈ മാനേജ് ചെയ്യാൻ, ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ മാനേജ് ചെയ്യാൻ പീപ്പിളിനെയും സിസ്റ്റത്തിനെയും ചെയ്യേണ്ടത് ഹൈലി എസെൻഷ്യലാണ്. ഇവിടെ പീപ്പിളിൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ ഓർഡർ ടു മെറ്റ് ദ ചേഞ്ചസ് അറൗണ്ട് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലുള്ളിലെ ചേഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മുടെ ആ ബിഹേവിയറൽ ഓഫ് പീപ്പിൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ഓർഗനൈസേഷനെ. എന്തിനു വേണ്ടി? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ജനങ്ങളുടെ ബിഹേവിയർ മനസ്സിലാക്കാനും, മേക്ക് അഡിക്വേറ്റ് ചേഞ്ചസ്, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ ഒരു ഡിസൈഡ് ഔട്ട്കമ്മിലേക്ക് എത്തണമെങ്കിൽ നമ്മളതിന് ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റുള്ളൂ.